ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്തു. എല്ലാം ചെയ്തത് പത്മകുമാറാണെന്നാണ് എൻ വിജയകുമാറും കെ പി ശങ്കരദാസും മൊഴി നൽകിയത്. പോറ്റിയുമായി അംഗങ്ങൾക്ക് അടുത്ത ബന്ധമില്ലെന്നും മൊഴി. ശാലിനി ചേരുന്നു. ശാലിനി, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടാം തവണയാണെന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൈയൊഴിയുകയാണ്. ഇതെല്ലാം ചെയ്തത്, എല്ലാം ഓപ്പറേറ്റ് ചെയ്തത് പത്മകുമാർ മാത്രമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ടോ, അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അറസ്റ്റിലേക്ക് SIT കടക്കുമോ? എന്താണ് ലഭിക്കുന്ന സൂചന? ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും ചോദ്യം ചെയ്തത് SIT എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ചില ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടിരുന്നു. ആ ചോദ്യം ചെയ്യലുകളിൽ ഉണ്ടായിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങൾ, ചില മൊഴികളിലെ വ്യത്യാസങ്ങൾ, ശേഷം എൻ വാസുവിന്റെയും അതിനുശേഷം എ പത്മകുമാറിന്റെയും അറസ്റ്റിന് ശേഷം പത്മകുമാറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഇരുവരെയും വിളിപ്പിച്ച് SIT വീണ്ടും ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും തെറ്റുകാരൻ എ പത്മകുമാറാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും മൊഴികളും ഒക്കെയാണ് ഇരു അംഗങ്ങളും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് എല്ലാം ചെയ്തത് എ പത്മകുമാർ എന്നാണ് ഈ രണ്ട് ബോർഡ് അംഗങ്ങൾ, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. പോറ്റിയുമായി അടുത്ത ബന്ധം തങ്ങൾക്ക് ഇല്ല, അതെല്ലാം ബന്ധങ്ങൾ ഉണ്ടായിരുന്നതും ബന്ധം സ്ഥാപിച്ചതും ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് പത്മകുമാറാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇരുവരുടെയും ഭാഗത്തു നിന്ന് വന്നത്. 3-ാം തീയതി കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇരുവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നിലവിൽ SIT കടന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത കുറവ് വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള സാധ്യതകളും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പ്രതികൾ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഓരോരുത്തരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് SIT. അതിനുശേഷമാണ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. നോട്ടീസ് അടക്കം നൽകാനുള്ള സാധ്യതകൾ ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം SIT വിട്ടയച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.